നമ്മുടെ രാജ്യത്തിൻ്റെ സെക്കുലറിസം എന്ന തത്വത്തെ ഏറ്റവും സുന്ദരമായ തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് മൗലാന അബുൽ കലാം ആസാദ് റഹിമഹുല്ല. 1940 മുഹമ്മദ് അലി ജിന്ന ടു നേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കണമെന്നുള്ള തരത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതറിഞ്ഞ അന്നത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് റഹിമഹുല്ല ഉടൻ തന്നെ ബോംബെയിലെ രാംഘട്ടിൽ ജനങ്ങളോട് ഒരുമിക്കുവാൻ ആഹ്വാനം ചെയ്തു. ശേഷം ആ മനുഷ്യൻ ജിന്നയോടും തൻ്റെ അനുയായികളോടും വിളിച്ചു പറഞ്ഞു, 1200 വർഷം എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ചരിത്രമുറങ്ങുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ പിതാക്കന്മാർ ഒരുമിച്ചുറങ്ങിയ, എന്തിനേറെ ഇന്നും ബ്രിട്ടീഷുകാരോട് ഒരുമിച്ച് പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ താങ്കൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ജീവിക്കൽ അസാധ്യമെന്ന്? ശേഷം ആ മനുഷ്യൻ ഒരു വാചകം കൂടി പറഞ്ഞു, ഒന്നാമതായി ഞാനൊരു മുസ്ലിമാണ്, ഒരു വിശ്വാസിയാണ്, എനിക്ക് സ്വർഗം വേണം. എന്നാൽ ഈ സന്ദർഭത്തിൽ എൻ്റെ പടച്ച തമ്പുരാൻ ഒരു മാലാഖയെ അയച്ചിട്ട് ഒരു കയ്യിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയും മറുകൈയിൽ സ്വർഗവും കാണിച്ച് ഏതു വേണം ആസാദ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പടച്ചവനെ എനിക്ക് സ്വർഗമാണ് വേണ്ടത്. എന്നാൽ ഈ സന്ദർഭത്തിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ തത്വത്തെ ഏറ്റവും സുന്ദരമായ തരത്തിൽ ഉയർത്തിക്കാട്ടിയ മനുഷ്യനാണ് മൗലാന അബുൽ കലാം ആസാദ് റഹിമഹുല്ല. ആ മഹാമനുഷ്യൻ്റെ ജീവിത ചരിത്രത്തെ ഇന്ന് NCERT പുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സാംസ്കാരിക മേഖലകളിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ മഹാമനുഷ്യൻ്റെ ജീവിത ചരിത്രത്തെ ഇന്ന് NCERT പുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സർവ്വ സാംസ്കാരിക മേഖലകളിൽ നിന്നും മായ്ക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രം കൃത്യവും വ്യക്തവുമായ തരത്തിൽ നാം പഠിച്ച് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.